ബുധൻ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപകന്റെ പ്രഭാഷണം. ശാരീരിക ജന്മത്താൽ പിതാവായ അബ്രാഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർ എന്ന ആത്മാഭിമാന അഹന്തയും കൊണ്ട് നിറഞ്ഞവരായിരുന്നു യഹൂദർ. അതിന്റെ പേരിൽ വിജാതീയരെയും മറ്റു ജനതകളെയും അവർ ഒറ്റപ്പെടുത്തി. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ലക്ഷണങ്ങളൊന്നും അവർ ജീവിതത്തിൽ പ്രദർശിപ്പിച്ചതുമില്ല. സ്നാപക യോഹന്നാൻ ഒരു യഥാർത്ഥ യഹൂദന്റെ സർവ്വഗുണങ്ങളും കൈയാളിയവനായിരുന്നു. അതിനാൽ എല്ലാ വിഭാഗം ജനങ്ങളും അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ സദുക്കായരെയും ഫരിസേയരെയുമാണ് അണലി സന്തതികളെ എന്ന് വിളിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് തന്ത്രപൂർവം ഒഴിഞ്ഞുമാറാനുള്ള പ്രത്യേക കഴിവ് അണലികൾക്കുണ്ട്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ അവനെ സമീപിച്ച ജനക്കൂട്ടത്തെയാണ് അണലി സന്തതികൾ എന്ന് വിളിക്കുന്നത്. ആ ജനക്കൂട്ടത്തിൽ യഹൂദരുണ്ട്, വിജാതീയരുണ്ട്, ചുങ്കക്കാരുണ്ട്, പാപികളുണ്ട്. ആരായാലും മാനസാന്തരത്തിന് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവസ്വരത്തിന് ഭാവാത്മകമായി പ്രതികരിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം എപ്പോഴും നാം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. ജീവിതാന്തസ്സിനനുസരിച്ചാണ് ഇതിനുത്തരം ലഭിക്കുക. കൂടുതൽ സ്വത്ത് കൈയടക്കി വച്ചവൻ അത് പങ്കുവയ്ക്കണം. സഹോദര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നിലപാടാണത്. തന്നെ സമീപിച്ചവരോട് അവർ ചെയ്യുന്ന ജോലികൾ ഉപേക്ഷിക്കാൻ അവൻ പറയുന്നില്ല. ചുങ്കക്കാർ ആവശ്യത്തിൽ കൂടുതൽ ചുങ്കം പിരിക്കരുത്. അനുവദനീയമായതിൽ കൂടുതൽ സമ്പാദിക്കരുത്. പടയാളികൾ തങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുക. ഇന്നും എത്ര കിട്ടിയാലും മതിവരാത്ത ഗണമാണ് ജോലിയുള്ളവർ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ തങ്ങൾ എത്രയോ ഭാഗ്യവാന്മാർ എന്നവർ മറക്കുന്നു. യഹൂദർ തങ്ങളുടെ വ്യർത്ഥമായ അഹംഭാവത്തെ വെടിയുക. അബ്രാഹാം എന്ന സാധാരണ മനുഷ്യനെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ ജനമാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. ആകാശത്തിലെ നക്ഷത്രം പോലെ അവരെ വളർത്താൻ 100 വയസ്സിലാണ് അവന് സന്താനഭാഗ്യം നൽകിയത്. കല്ലുകളിൽ നിന്നു പോലും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ വിളിച്ചു പറയുമ്പോൾ 70 വയസ്സിലേറെ പ്രായം കവിഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുക്കാൻ ഭാഗ്യം ചെയ്ത തന്റെ ജനനത്തെയും അവൻ ഓർത്തു കാണും. കല്ലുകൾ വിജാതീയരെ പ്രതിനിധീകരിക്കുന്നു. അവരിൽ നിന്ന് പോലും ദൈവജനത്തെ ഉരുവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ചുരുക്കം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മാനസാന്തരത്തിന്റെ ബഹിർസ്ഫുരണങ്ങളായ സ്നേഹം, ദയ, ക്ഷമ, കരുണ എന്നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. അല്ലാത്തവർ ശിക്ഷാവിധിയും.